2012 കേരള സംസ്ഥാന സർക്കാർ ഒരേ സമയം 2 ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. ഒന്ന് 15 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ട ജില്ലയ്ക്ക്, 2 45 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലക്കും. രണ്ടും 2 രീതിയിലാണ് മുന്നോട്ട് പോയത്. രണ്ടിനെയും 2 രീതിയിലാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. നമുക്കതിൻ്റെ ചരിത്രമൊന്ന് നോക്കാം. 2012 അനുവദിച്ച പത്തനംതിട്ടയിലെ മെഡിക്കൽ കോളേജിന് കോന്നിയിൽ സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വ്യത്യസ്ത വകുപ്പുകളുടെ 50 ഏക്കർ ഭൂമി അവർ മെഡിക്കൽ കോളേജിന് വേണ്ടി രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഭൂമിയിലേക്ക് വേണ്ടത്ര ഗതാഗത സൗകര്യമില്ലായിരുന്നു. സർക്കാരിനെ കൊണ്ട് അവിടേക്ക് 2 വരി പാത അവർ പണിയിപ്പിച്ചു. പിന്നീട് അതിൻ്റെ പ്രാഥമിക ബിൽഡിംഗ് വർക്കുകൾ തുടങ്ങി. UDF സർക്കാർ 113 കോടി രൂപ ഇതിനനുവദിച്ചു. അങ്ങനെ അവിടെ തകൃതിയായി ബിൽഡിംഗ് പണി മുന്നോട്ട് പോയി. ഇതിനിടയിൽ പുതിയ നിയമസഭാ ഇലക്ഷൻ വന്നു. UDF മാറി LDF വന്നു. LDF സർക്കാർ കിഫ്ബി വഴി 315 കോടി രൂപ കോന്നി മെഡിക്കൽ കോളേജിന് അനുവദിച്ചു. ഇങ്ങനെ 6-7 വർഷമെടുത്ത് 50 ഏക്കർ ഭൂമിയിൽ കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി. 1,50,000 സ്ക്വയർ ഫീറ്റുള്ള ക്ലാസ് റൂം സൗകര്യമുള്ള മെഡിക്കൽ കോളേജ് തയ്യാറായി. 5 നില സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും റെഡിയായി. രണ്ടിൻ്റെയും ഉദ്ഘാടനം 2020 പിണറായി വിജയൻ സർക്കാർ ചെയ്യുകയും ചെയ്തു. പിന്നീടും ബജറ്റിൽ അവിടെ പുതിയ പദ്ധതികൾക്ക് ധനവും അനുവദിച്ചു. കാരണം 50 ഏക്കർ സ്ഥലമുണ്ട്. ഇനിയും പുതിയ വികസന പദ്ധതികൾ അവിടെ വരാം. എന്നാൽ അന്ന് തന്നെ അനുവദിച്ച 2012 തന്നെ അനുവദിച്ച മലപ്പുറം ജില്ലയിലെ 45 ലക്ഷം ജനങ്ങൾക്കുള്ള മെഡിക്കൽ കോളേജിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരുന്നു? വിരുദ്ധ ദിശയിലായിരുന്നു നമുക്ക് കാണാൻ കഴിയും. 1 ഏക്കർ ഭൂമി പോലും പുതുതായി മെഡിക്കൽ കോളേജിൽ കണ്ടെത്തിയില്ല. മഞ്ചേരിയിൽ നിലവിലുണ്ടായിരുന്ന ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ നെയിം ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കി മാറ്റി 1 വർഷം കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി അതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആകെപ്പാടെ പുതുതായി വന്നത് 4-5 ബിൽഡിങ്ങുകളും അതുപോലെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സീറ്റുകളും മാത്രമായിരുന്നു. 23 ഏക്കറിലാണ് മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 5-6 ബിൽഡിങ്ങിനപ്പുറം പുതിയ സംവിധാനങ്ങളോ സംരംഭങ്ങളോ ഒരുക്കാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് സൗകര്യങ്ങളോ ഭൂമിയോ ഇല്ല. ഇത് വിവാദമാവുകയും ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായ പദ്ധതികളോ സൗകര്യങ്ങളോ ഇവിടെ ഇല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്ത സന്ദർഭത്തിൽ മെഡിക്കൽ കോളേജിനോട് തൊട്ടടുത്തുള്ള 5 ഏക്കർ ഭൂമി കൂടി മെഡിക്കൽ കോളേജിനോട് ചേർക്കുവാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ഭൂമിയുടെ ഉടമസ്ഥർ കോടതിയെ സമീപിച്ചു. അവിടെ കെട്ടിടം പണിയുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നവർ ബോധ്യപ്പെടുത്തുകയും കോടതി ആ ഭൂമി ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. തുടർന്നാണ് മലപ്പുറം ജില്ലാ ഭരണാധികാരികൾക്കും ഇവിടുത്തെ നിയമസഭാ MLA-മാർക്കുമൊക്കെ വൈകി വിവേകമുദിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരികളും ഇവിടുത്തെ MLA-മാരും മഞ്ചേരിക്കടുത്തുള്ള വേട്ടേക്കാട് 50 ഏക്കർ ഭൂമി മെഡിക്കൽ കോളേജിനായി കണ്ടെത്തുകയും അതിൽ 25 ഏക്കർ ഭൂമി ആ ഭൂ ഉടമസ്ഥർ തന്നെ സൗജന്യമായി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ കേരള സർക്കാർ അത് പരിഗണിച്ചില്ല. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ ഈ വിഷയമായി കേസ് വന്ന സന്ദർഭത്തിൽ ഹൈക്കോടതി തന്നെ വേട്ടേക്കാടുള്ള 50 ഏക്കർ സ്ഥലത്തിൻ്റെ സാമൂഹിക ആഘാത പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും അവിടെ മെഡിക്കൽ കോളേജുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയും സാഹചര്യവും അന്വേഷിക്കുകയുണ്ടായി. ഇതും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും പക്ഷേ മലപ്പുറത്ത് മെഡിക്കൽ കോളേജിന് വേണ്ടി 50 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചത്. നോക്കൂ, 2012 ഒരേ സമയം അനുവദിച്ച 2 മെഡിക്കൽ കോളേജുകളുടെ ചരിത്രമാണിത്. 15 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കോന്നി മെഡിക്കൽ കോളേജ് പത്തനംതിട്ടക്കാർക്ക് 500 കോടി സംസ്ഥാന സർക്കാർ പല ബജറ്റുകളിലായി പ്രഖ്യാപിക്കുകയും
അവിടെ വലിയ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. മഞ്ചേരിയിൽ പക്ഷേ മലപ്പുറം ജില്ലയിലെ രോഗികൾക്ക് ഇപ്പോഴും വിദഗ്ധ ചികിത്സ നേടണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തന്നെ ആശ്രയിക്കണം. കാശും ബജറ്റും സാമ്പത്തിക പദ്ധതികളുമെല്ലാം മലപ്പുറത്തെത്തുമ്പോൾ മാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സംസ്ഥാന സർക്കാരുകളുടെ നയം പല രീതിയിൽ ആവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണിത്.